പ്രതിഷേധ വോട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, മറ്റനുകമ്പ വോട്ടുകളും സഹതാപ വോട്ടുകളും കാത്തിരിക്കുന്നവർ, അവരെയൊക്കെ നിരീക്ഷാക്കിക്കൊണ്ട് പോസിറ്റീവ് വോട്ടുകൾ, അറിഞ്ഞു നൽകുന്ന വോട്ടുകളിലൂടെ ഇടതുപക്ഷം വിജയിക്കും. ചേട്ടൻ എപ്പോഴും വളരെ പ്രതീക്ഷയോടെയാണ്. കാരണം 3-ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ CPM കിടക്കുമ്പോഴും സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ പ്രതീക്ഷകൾ, കണ്ണുകളിൽ ഇപ്പോഴും തിളക്കമുണ്ട്. ജനങ്ങളല്ലേ നമ്മളെ ഈ പാഠം പഠിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെതായ ഒരു പാഠമില്ല, ജനങ്ങൾ പഠിപ്പിക്കുന്ന പാഠം. അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ കണ്ണ് കണ്ടാൾ ഞാനാണ്, അവരുടെ ശബ്ദം കേട്ടത് എൻ്റെ കാതുകളാണ്, അവരുടെ മനസ്സ് വായിച്ചത് ഞാനാണ്. കാരണം അവരിലേക്ക് ഒരുപാട് എത്താൻ നമുക്ക് സാധിച്ചു, എന്നെ എത്തിച്ചു എൻ്റെ പ്രവർത്തകർ. ഇടതുപക്ഷത്തിൻ്റെ 180 ബൂത്തിലെ പ്രവർത്തകരും ഓരോ ഇടങ്ങളിലും എത്തിച്ചപ്പോൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൻ്റെ തുകയാണ് ഞാൻ ഈ ആവർത്തിക്കുന്നത്. അല്ലാതെ എനിക്കൊരു മനക്കണക്കില്ല. അതാണ് ഞാൻ വളരെ 1.5 മാസം കഴിഞ്ഞു മാതൃ പാർട്ടിയിൽ നിന്ന് വന്നു. സാറിന് എപ്പോഴും ഇപ്പോൾ 20,000 പറയുമ്പോഴും കഴിഞ്ഞ തവണ CPM 3-ാം സ്ഥാനത്തുണ്ട്. ഒരു പരാജയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും മനസ്സിൽ വരുന്നുണ്ട്? കഴിഞ്ഞില്ല. അങ്ങനെ പരാജയപ്പെട്ടാൽ ഇനി എൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നൊക്കെയുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണ് 2021 പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകേണ്ട ഒരാളല്ലേ ഞാൻ. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാണ് ഒരു മനുഷ്യൻ്റെ, അതും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു CPM-കാരൻ്റെ, ഒരു സഖാവിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിനെ നിർണ്ണയിക്കുന്നത് അല്ല. ഇവിടെ ഒരു സംഘടനയെ വളർത്തിയെടുക്കാനുണ്ട്, ജനങ്ങളിൽ കൂടുതൽ ജനകീയമാക്കാനുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ വ്യാപൃതനാവും. 1.5 മാസത്തെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. മാതൃ പാർട്ടിയെ വിടുന്നു, വലിയ വിമർശനങ്ങൾ. എൻ്റെ മാതൃപാർട്ടി CPM ആണ്. എൻ്റെ മാതൃപാർട്ടി CPM ആണ്. ഈ 1.5 മാസത്തെ പ്രചരണത്തിനിടയിൽ മനസ്സിൽ ഒന്ന് കയറിയ സംഭവം? മനസ്സിൽ കയറിയ സംഭവം എന്ന് പറയുമ്പോൾ എന്നെ വിലയിരുത്താൻ സത്യം പറഞ്ഞാൽ CPM പ്രവർത്തകർക്ക് ഒരു 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 നിമിഷം പോലും കിട്ടിയില്ല. അവർ ആദ്യമേ അറിയുന്നത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പുറത്തു വന്ന ഒരാൾ പിന്നെ അയാൾ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതൊക്കെയാണ്. വിലയിരുത്താൻ ഒരു നിമിഷം പോലും അവർക്ക് കിട്ടാഞ്ഞിട്ട് പോലും ഒരു സ്ഥാനാർത്ഥിയെ, എതിർപ്പാളയം വിട്ട് വന്നൊരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയത്തിൻ്റെ ബലത്തിൽ ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഒരു കണ്ണിൽ പോലും സംശയത്തിൻ്റെ ഒരു നിഴല് പോലും ഞാൻ കണ്ടില്ല. ഇവനെന്താണ് ഉദ്ദേശം എന്നൊരു തോന്നലുണ്ടാവണ്ടേ, പറച്ചിലോ വാക്കിലോ നടത്തത്തിലോ അതുണ്ടാവണ്ടേ. ഒരാളിൽ പോലും അതുണ്ടായില്ല എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്രം നൽകുന്ന രാഷ്ട്രീയ അടിത്തറയുടെ ബോധമാണ്, ഉൾക്കാഴ്ചയാണ്. പിന്നല്ലാതെ. എന്തായാലും സരിന്റെ സ്വപ്നങ്ങൾ പൂണിയട്ടെ എന്ന്. എൻ്റെ സ്വപ്നങ്ങളല്ല, തെറ്റിദ്ധരിക്കരുത്.